വളരെ ചുരുക്കി സംസാരിക്കുന്നേ ഉള്ളൂ. ഐ വിൽ റെസ്പോണ്ട് ടു യുവർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ ബഡ്ജറ്റിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ച സമയം മുതൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും മാധ്യമപ്രവർത്തകരോട് ഈ ബഡ്ജറ്റിൻ്റെ ഫോക്കൽ പോയിന്റ് കേരളത്തിലെ തൊഴിലില്ലായ്മയായിരിക്കും, അത് തന്നെ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയായിരിക്കും എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അത്ര വിശ്വാസം വന്നില്ല. എന്ന് മാത്രമല്ല, ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ആരെങ്കിലും പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സമ്മാനം നൽകാമെന്നും പറഞ്ഞു. പക്ഷേ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും പെട്ടിട്ടില്ല. കേരളത്തിലെ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കോവിഡ് പ്രതിസന്ധി തുറക്കുന്ന പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഇതാണ് ആപത്ത് അവസരമാക്കി മാറ്റാന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രീകൃതമായ സ്ഥലത്ത് ജോലിയിൽ നിന്ന് ഒരു മാറ്റം വികേന്ദ്രീകൃതമായ തൊഴിലിലേക്ക്, വർക്കിംഗ് അറ്റ് ഹോം, അതൊരു സാധാരണ ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ അമേരിക്കയിലുള്ള കമ്പനിയാണെങ്കിലും വിദേശത്തുള്ള കമ്പനിയാണെങ്കിലും ഇവിടെ വന്നൊരു ഫാക്ടറി സ്ഥാപിക്കണം. നമുക്ക് നേരിട്ട് ഹയർ ചെയ്യാമല്ലോ നമ്മുടെ ആള്. ഉള്ളി കണ്ടീഷൻ നമുക്ക് ആ രീതിയിലുള്ള സ്കില്ലിംഗ് നടത്താൻ പറ്റും. ദാറ്റ്സ് എ കണ്ടീഷൻ. രണ്ട്, അങ്ങനെയുള്ളവരെന്തിനാ കേരളത്തിൽ നിന്ന് ഹയർ ചെയ്യണം? കാരണം ആണ് കോവിഡ് ഉണ്ടാക്കിയ രണ്ടാമത്തെ പ്രത്യേകത. കേരളത്തിൻ്റെ ഒരു മികവ് ഇന്ന് ലോകത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. നേരത്തെ കേരള വികസന മാതൃക എന്ന് പറഞ്ഞ് പണ്ഡിത സദസ്സിൽ മാത്രം ചർച്ച. എന്നാൽ ഇപ്പോ സാധാരണക്കിടക്കടയിൽ പോലും കേരളം ഒന്നൊരു ചർച്ചാ വിഷയം. കേരളം എന്നുള്ള ബ്രാൻഡ് ഇതുപോലെ ഉയർന്നു നിന്നൊരു കാലം. അപ്പൊ നമ്മൾ ഇതിന് രണ്ടിനെയും യോജിപ്പിക്കുകയാണ്. നമ്മുടെ സിറ്റുവേഷൻ എന്താ? നമ്മുടെ സിറ്റുവേഷൻ പുരുഷന്മാരെയൊക്കെ കൂടുതൽ അഭ്യസ്തവിദ്യരുള്ള സ്ത്രീകളാണ്. പക്ഷേ അവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ വർക്ക് പാർട്ടിസിപ്പേഷനില്ല. വീട്ടിലിരിക്കുക വീട്ടമ്മമാര് 27% സ്ത്രീകള് വർക്ക് പാർട്ടിസിപ്പേഷൻ, പുരുഷന്മാരുടെ 73%. സോ ഇവർക്ക് നമ്മൾ ഒരു ഫിനിഷിംഗ് ട്രെയിനിങ് നടത്തി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലഭ്യമാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് വിദേശത്തും നാട്ടിലും എല്ലാം ഉള്ള തൊഴിലുടമകളോട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇത് ചെയ്യാം, നിങ്ങളിവിടെ ഹയർ ചെയ്താൽ സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി എടുത്തോളൂ. അവരുടെ എക്യുപ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ എടുക്കാനുള്ള വായ്പ സർക്കാർ കൊടുക്കും. അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സർക്കാർ എടുത്തോളൂ. സോ ഒരു 20 ലക്ഷം പേർക്ക് നമുക്കൊരു 5 വർഷം കൊണ്ട് തൊഴിൽ നൽകാൻ പറ്റുമെന്നാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വിദഗ്ധന്മാർ പറയുന്നത്. കാരണം ദ എസ്റ്റിമേറ്റ് ഈസ് 18 crore ആളുകൾ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ടു അട്രാക്ട് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ് ടു കേരള യൂസിങ് അവർ ബ്രാൻഡ് നെയിം ഈസ് പോസിബിൾ, ഫീസിബിൾ. ഇതാണ് അവിടെ ചെയ്യുന്നത്. ബട്ട് ദെൻ അതിനുള്ള എക്കോസിസ്റ്റം കേരളത്തിൽ വേണം. വെറുതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ പോരാ. അവിടെയാണ് സ്കിൽ ട്രെയിനിങ്, പ്രൊഡക്ഷൻ ഓഫ് നോളജ്. അച്യുതമേനോൻ കൊണ്ടുവന്ന 6-7 സ്ഥാപനങ്ങളുണ്ട്.
അതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന് പുറത്താണ്. പക്ഷെ മികവിൻ്റെ സ്ഥാപനങ്ങൾ അതിൽ 3 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. ഇത് നമ്മുടെ നോർമൽ ഡിപ്പാർട്ട്മെന്റ് പോലെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്താ? ഏറ്റവും നല്ല കഴിവുള്ളവര് ഡോക്ടർ രാജ്, അവിടെ ഒരു ഇന്റർഫിയറൻസും ഇല്ല. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ആകെ ഉള്ളത് നോ സെക്രട്ടറി, മതി. പ്ലാനിംഗ് ബോർഡിൽ നിന്നൊരു ആൾ പ്രതി ഉണ്ടാവും. ഗവൺമെന്റ് ഹാസ് നോ റെപ്രസെന്റേഷൻ. ഫുള്ളി ഓട്ടോണമസ്. വലിയത്താൻ, ശ്രീത്ര ബസാക്ക്, CWRDF, ഇതുപോലെ ഓരോ സ്ഥാപനം. സോ നമ്മൾ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനുള്ളിൽ ഒരു 30 പുറത്തെ 30 മികവിന്റെ കേന്ദ്രങ്ങൾ കൊണ്ടുവരിക. Now it may not happen next year. നീഡിൽ പറ്റിയ ആളെ കിട്ടാൻ തുടങ്ങത്തില്ല. ഇതിന് ഏറ്റവും മികവുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രിങ് ഹിം, ഹി റിക്രൂട്ട്സ്, ഹി സെറ്റ്സ് ദ സ്റ്റാൻഡേർഡ്. ആൻഡ് ദെൻ ഈ വിജ്ഞാനം, ന്യൂ നോളജ് ആരാണ്ടാകും? ഇറ്റ്സ് നോട്ട് ഡോക്ടറൽ ഫോർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻസ്. ദാറ്റ് അവരുടെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞ് നൂതനമായ ചില ആശയങ്ങൾ, മോസ്റ്റ് പ്രൊഡക്റ്റീവ് പീരീഡ് ഓഫ് വൺസ് അക്കാഡമിക് കരിയറാണ് ഡോക്ടർ ഡിഗ്രി കിട്ടിയിട്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു പുട്ടിങ് ഇൻ പണം പ്രശ്നമല്ലെന്ന് 500 പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, 1 ലക്ഷം രൂപ ഒരു മാസം. ലാബ് സൗകര്യങ്ങളൊക്കെ വേറെയും കൊടുക്കും. ലോകത്തിന്റെ ആർക്കും വരാം കേരളത്തിൽ. അങ്ങനെയാണ് നിങ്ങളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്ന നോളജ്. ഈ നോളജ് ഇന്നൊവേഷനായിട്ട് മാറ്റാൻ വേണ്ടി ഒരു 4 പരിപാടി, ആ ഇന്നൊവേഷൻസ് സ്റ്റാർട്ടപ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഒരു 6 പരിപാടി. സോ ഇറ്റ്സ് എ ഹോൾ ടോട്ടൽ പാക്കേജ്. കേരളം ഒരു നോളജ് എക്കോണമിയായിട്ടുള്ള ട്രാൻസിഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കേരളത്തിലെ വളർച്ചയുണ്ടാകും. സെക്കൻഡ്, ഇത് അഭ്യസ്ത വിദഗ്ധർ. ബട്ട് വിദഗ്ധ തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾക്ക് എന്ത്? അവിടെയാണ് ലൈവ്ലിഹുഡ്, ദ ബിഗ്ഗസ്റ്റ് ലൈവ്ലിഹുഡ് പ്രോഗ്രാം എവർ. സാധാരണ ഇതിന്റെ പ്രത്യേകത, ഞാൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ 7000 കോടി രൂപ ലൈവ്ലിഹുഡിനുണ്ട്. ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്, അതിനെയൊക്കെ കൂട്ടിച്ചേർക്കുകയാണ്. ബ്രേക്ക് ദ ഡിപ്പാർട്ട്മെന്റ് ബാരിയർ, ബ്രിങ് ദം ടുഗദർ. അങ്ങനെയാണ് തൊഴിൽ. അത് എൻ്റെ പാഠം ഇവിടെ നിന്നാണ് കിട്ടിയത്. എൻ്റെ പാഠം കിട്ടിയത് നൂർജന പരിപാടിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. can create employment. So livelihood program, second, തൊഴിലുണ്ടാകും. മൂന്നാമത്തത്, on this basis eradicate poverty. I am not on a debate on ഇൻകം ട്രാൻസ്ഫർ വേണോ വേണ്ടേ. CSI എന്തിനു വേണ്ടിയിട്ടാണ് ഇൻകം ട്രാൻസ്ഫർ ചെയ്താലും എന്ത് ചെയ്താലും? പോവർട്ടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. സോ യു ഐഡന്റിഫൈ ദ പുവർ. അത് വാർഡ് അടിസ്ഥാനത്തിലൊന്നും പറ്റത്തില്ല. സംസ്ഥാനത്ത് കൃത്യമായ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, അല്ല വരുമാനം എന്തോന്നും ചോദിക്കില്ല, വീടുണ്ടോ ഇല്ലയോ. ബിഗ്ഗസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡിപ്രൈവേഷൻ വീടുണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു ജോലി ചെയ്യാൻ പ്രായപൂർത്തിയായ പുരുഷനുണ്ടോ ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും പോവർട്ടിയിലേക്ക്. ഒരു മാറാ രോഗം, ക്യാൻസർ ഉള്ള ഒരാളുണ്ടെങ്കിൽ വീട് മുടിഞ്ഞു പോയത്. സോ യു ക്യാൻ ഹാവ് തർക്കമില്ലാതെ അവതർക്കിതമായിട്ട് പറയാൻ പറ്റുന്ന ക്രൈറ്റീരിയ. അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡു സർവേ. 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം, 6 ലക്ഷമെങ്കിൽ 6 ലക്ഷം. ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റാൻ എന്ത് വേണോ, നോ ഗവൺമെന്റ് റൂൾസ്, യു ക്യാൻ മേക്ക് എ മൈക്രോ പ്ലാൻ. പക്ഷേ മൈക്രോ പ്ലാന്റെ ചെലവ് മുഴുവൻ ഒരു 15-20 ലക്ഷം രൂപ വെച്ചൊരാൾക്ക് ചെലവാകും കുടുംബത്തിന്. ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ പറയാം, ഞാൻ എക്സ്പീരിയൻസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ബട്ട് നമ്മൾ നിലവിലുള്ള സ്കീമുകളിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ഇവർക്കിത് ആവശ്യമുണ്ട്. ഇതൊക്കെ പ്രയോറിറ്റി. ഈ പോവർട്ടി എറാഡിക്കേഷന് പ്രയോറിറ്റി. അതുകൊണ്ട് ഇങ്ങനെ സ്കീമുണ്ട്, SC/ST ആ സ്കീം ഇവിടെ പ്രയോജനപ്പെടുത്തും. ഭക്ഷണമില്ല, വേണ്ട, എന്നാൽ നമ്മുടെ ജനകീയ ഹോട്ടലിൽ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കും. ഇനി ഇതൊന്നുമല്ല, അവർക്ക് മാസം 5000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 5000 രൂപ വെച്ച് കൊടുക്കും.
ബട്ട് ഈ പാക്കേജ് നടപ്പാക്കി കഴിഞ്ഞാൽ ഇവർ ദാരിദ്ര്യത്തിന് മുകളിലാണ്. സോ ദിസ് ഈസ് ദ പ്രോഗ്രാം. ഇതാണ് എൻ്റെ ഒരു നക്ഷൽ നമ്മുടെ പ്രോഗ്രാം. രണ്ടാമത്തത് അഗ്രസീവ് പ്രൊമോഷൻ ഓഫ് ഈ നോളജ് ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നേ വരെ ടാക്സ് കൺസെഷൻ കേരളത്തിൽ ഉണ്ടാവാറില്ല. ഫോർ സം റീസൺ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ടാക്സ് കൺസെഷൻ റിയലി given any interest concession. For first time ഒന്ന് പുതിയ ഒരു സ്ഥാപനം വ്യവസായ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അവർക്ക് എല്ലാവരും ഭൂമി മേടിക്കുന്നത് നമ്മുടെ ഏജൻസി വഴിയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ്, ബിഗ് സപ്പോർട്ട്. LNG 14.5 5% നമ്മൾ താഴ്ത്തുന്നു. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി 10% ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി കുറവുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് 10% കുറയും ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ്. ഇതിനെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോളൂ. ഇങ്ങനെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്ന് പുതിയ തൊഴിൽ കിട്ടിയാൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സർക്കാർ അടക്കി. വാട്ട് ബെറ്റർ പാക്കേജ് ക്യാൻ യു? സോ നമ്മളിത് ആകർഷിക്കുന്നു. ആൻഡ് സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്നത്, കേരളത്തിലെ സ്റ്റാർട്ടപ്പിനോട് പറയുന്നത്, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയിട്ടൊരു വെഞ്ചർ ഫണ്ട്, ഇന്നെ പുറത്തുനിന്ന് പറയുന്നത് വെഞ്ചർ ഫണ്ടുകാരൊക്കെ കൃത്യമായിട്ട് നോക്കൂ. പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അവരോട് പറയാം നിങ്ങൾ വന്നാൽ സർക്കാർ മാച്ചിങ് തരും. സോ വി ആർ ലിവറേജിങ് അവർ സപ്പോർട്ട് ഫോർ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് പുറത്തുനിന്ന്. സോ നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു ഈ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് എൻവയറമെന്റൽ പ്രോഗ്രാം. ഹോൾ ലോക്കൽ ഗവൺമെന്റ്സിന്റെ മുഖ്യ ഇന്റർവെൻഷൻ പോയിന്റ്, ഫോക്കൽ പോയിന്റിൽ വന്ന് നീർത്തട വികസന പരിപാടി അതിനടിസ്ഥാനത്തുള്ള എൻവയറമെന്റൽ ഇന്റർവെൻഷൻസ്. ഈ വാഹന നയം now with the implementation of this, Kerala can look forward to total transformation from diesel, petrol into electric. A government തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നു through KSRTC. So it's a more environment friendly and ശുചിത്വ പരിപാടിക്ക് നൽകുന്ന ഊന്നൽ. And finally, it's a women friendly Kerala. This is going to be a massive campaign. കേരളത്തിൽ ജനകീയാസൂത്രം നടപ്പാക്കിയത് പോലുള്ള ജനകീയ ക്യാമ്പയിനാണ്. എന്തിനു വേണ്ടി? യു ഡു ക്രൈം മാപ്പിംഗ്. ഇത് ചെയ്തതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മാരാട്ടം തെക്ക് പഞ്ചായത്തിൽ അവിടെ നടത്തിയത് 3-4 അയൽക്കൂട്ടങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരും സ്ത്രീകളുടേത്. കാലത്ത് ക്ലാസ്, സ്ത്രീകൾ നേരിടുന്ന 14 തരം അതിക്രമങ്ങൾ, ഈ ടീപ്സിങ് മുതൽ ബലാത്കാരം വരെയുള്ളത്. ഇത് വിശദീകരിക്കാൻ ദെൻ ഒരു പെർഫോമിൽ ആളുകൾ ഫില്ലപ്പ് ചെയ്യും. കഴിഞ്ഞ 3 മാസത്തെ റിക്കോൾ പീരീഡിൽ ഏതെങ്കിലും ഈ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ 3 മാസത്തിൽ, എവിടെ വെച്ച്, ആരിൽ നിന്ന്, ഏത് സമയം. Now with this data ഒരാളുടെ പേരെഴുതണ്ട, is put into a box, ballot box. ഈ ബോക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവിടുന്ന് ഇതാ. ആൻഡ് വൺസ് 5000 സ്ത്രീകൾ ഇങ്ങനെ ബാലറ്റ് ഉണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ മാപ്പ് ഇറ്റ്. നമ്മുടെ പഞ്ചായത്തിൽ ഏത് പ്രദേശത്താണ് ഈ അതിക്രമം കൂടുതൽ നടക്കുന്നത്, അതിൻ്റെ സോഷ്യോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കണം. യു പുട്ട് എ പ്രൊജക്ട്. നിങ്ങളുടെ ജാഗ്രതാ സമിതി ഉണ്ടാവാം, കൗൺസിലേഴ്സ് ഉണ്ടാവാം. സോ ദിസ് വിൽ ബി ദ ബിഗ് ക്യാമ്പയിൻ. ഐ ഡോണ്ട് തിങ്ക് കേരളത്തിൽ fastest growth in highest incidence of crime against women ആണ്. അത് കൂടുതൽ ഇങ്ങനെ കേരളത്തിൽ പുറത്തു വരുന്നതുകൊണ്ടാണ് എന്നുള്ള വ്യാഖ്യാനമുണ്ട്. എന്നാലും ഉണ്ട്, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നോ, യു ആർ തിങ്കിങ് ഇൻ 5 years time bring it down to 25%. ദിസ് ഇസ് ദ പാക്കേജ്. ഞാൻ പറയും ഇതാണ് ഈ ബഡ്ജറ്റ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിടാം. ആൻഡ് വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. വി ആർ ഡൂയിങ് ദിസ് റെസ്പോൺസിബിളി. പലരും പറയുന്നത്
ഇപ്പം ഇഷ്ടം പോലെ കിഫ്ബി വഴി വായ്പ, ഹഡ്കോ വഴി വായ്പ, എല്ലാം വായ്പ ഇങ്ങനെ എടുത്തു കൂട്ടിക്കുന്നു. ഫിസ്ക്കൽ കൺസോളിഡേഷന് പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റാണ്. ഇൻഫാക്ട് ഇത്രയും വരുമാനവും എല്ലാം കുറഞ്ഞിട്ടും വി ബ്രോട്ട് ബോത്ത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് റവന്യൂ ഡെഫിസിറ്റ് ഡൗൺ. കഴിഞ്ഞ 4 വർഷത്തെ കണക്ക് നോക്കിക്കോ. ദാറ്റ് മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് ഗീവ്സ് ദ ഡേറ്റ. Expenditure Review Committee report gives the data. We brought it down. But for COVID, we will bring fiscal control. അതിന് ചെലവ് ചുരുക്കണമെങ്കിൽ ചെലവ് ചുരുക്കും, പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. ബട്ട് ഗവൺമെന്റ് ഇസ് കമ്മിറ്റഡ് ടു ഫിസ്ക്കൽ കൺസോളിഡേഷൻ. വി വിൽ ബിഹേവ് റെസ്പോൺസിബിളി. ഇതാണ് ബഡ്ജറ്റ്. യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ. ഇവരൊക്കെ പരിചയമുണ്ടോ? അപ്പം റെൻ ഇപ്പോ അഡീഷണൽ ടാക്സ് കമ്മീഷണറാണ്. ഗോകുൽ ഇസ് ദ റിസോഴ്സ് സെക്രട്ടറി ആൻഡ് കൗൾ ഈസ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി. ആർക്കെ ഓഫ് കോഴ്സ് യു നോ ഫിനാൻസ് സെക്രട്ടറി. ആനന്ദ് സിംഗ് ടാക്സസ് കമ്മീഷണർ. കാർത്തികേയൻ അഡീഷണൽ കമ്മീഷൻ. ഞങ്ങളുടെ ഫുൾ ടീമുണ്ട്. എന്ത് ചോദ്യം വേണേ ചോദിക്കും. ഒന്ന് ഉറക്കെ ചോദിക്കണം ചെയ്യോ. ഒരാള് ഹയർ ചെയ്യുന്നത്, ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് PF വേണം. എംപ്ലോയിയുടെ വിഹിതം സർക്കാർ കൊടുക്കും, PF കിട്ടും. അപ്പൊ PF-ലല്ല പലരും പറഞ്ഞാൽ ജോലി പോയാൽ ഇൻഷുറൻസ് ഉണ്ട്, ഒരു ആനുകൂല്യം കിട്ടും. അതാണ് കിഫ്ബിയിലെ ആൾക്കാർക്ക് അവർ ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കണം. ഇവിടെ അത് വേണം, ഗവൺമെന്റ് പ്രീമിയം കൊടുക്കും. അതൊരു ലയബിലിറ്റി ആവില്ല എംപ്ലോയറിന്റെ. ദാറ്റ് ഗവൺമെന്റ് ടേക്സ് കെയർ ഓഫ്. അതാണ് PF മുഴുവൻ സർക്കാർ അടക്കും. Seems true. കോളേജിലും ആശുപത്രിയിലും വൈദ്യരും അധ്യാപകരും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് സ്ഥാപനം നടക്കുക? ഇതാണ് ഉണ്ടായിട്ടുള്ളത്. 1800 അധ്യാപകരുണ്ട്, 800 പോസ്റ്റ് ഒഴിവാണ്. ഗസ്റ്റ് ലെക്ചർ വെച്ച് പഠിപ്പിക്കുക. എത്ര നല്ലൊരു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവിടെ 2 പേരോ 3 പേരോ ഉള്ളു, ബാക്കി മുഴുവൻ പേരും ഗസ്റ്റ് ലെക്ചറേഴ്സാണ്. ഗസ്റ്റ് ലെക്ചറേഴ്സിന് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഗവേഷണവും എന്ത് പഠിത്തവും അതിനുള്ളിൽ നടത്താം. ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റി സിസ്റ്റം പോകത്തില്ല. ഞാൻ കാണുന്നത് ഇതിൽ രണ്ടിലും നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റാണ്. ഇറ്റ്സ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. അതിന്റെ റിട്ടേൺ കേരളത്തിന് കിട്ടും. റിട്ടേൺ കേരളത്തിന് കിട്ടാൻ വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കും. ഇപ്പൊ പോസ്റ്റ് ഉണ്ട്, ബട്ട് വേറെ ഏതെങ്കിലും ക്ലറിക്കൽ പോസ്റ്റ് ഞാൻ പറയുന്നില്ല, വേറെ ഏതെങ്കിലും വകുപ്പിൽ പറഞ്ഞിട്ടുണ്ടോ? യു കെയർഫുൾ അബൌട്ട് ദാറ്റ്. പക്ഷേ ഇതിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് ആണ് അതിന്റെ സർവീസ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അല്ല, that's independent. See, skill training അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവർ നിർത്തുന്നു. ദാറ്റ്സ് ദ പാക്കേജ്.
മൂന്നാമതെന്നുള്ളത് എംപ്ലോയീസുമായി നെഗോഷിയേറ്റ് ചെയ്യണം. അതൊക്കെ ഡിസ്ക് വെക്കുന്നു സിസ്റ്റം. അപ്പോൾ ആ പണി ഈസ് ഓൺ. ബട്ട് ഹൗ ഡു യു സസ്റ്റെയിൻ ദിസ്? ആ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി എൻ എക്കോസിസ്റ്റം ടു പ്രൊഡ്യൂസ് നോളജ്. ആ സ്കില്ല് അതിന് പര്യാപ്തമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം. Same. There is no guarantee employer will hire you. But നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ കണക്കുകൾ ശ്രദ്ധിക്കാം. അവിടെ പറഞ്ഞു ഈ കോവിഡ് കാലത്ത് ജോലി ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു 3 ലക്ഷം പേരെങ്കിലും കേരളത്തിലുണ്ട്. സോ ദേ വർ ഓൾറെഡി എംപ്ലോയിഡ് ഇൻ മുംബൈയിലോ പുറത്തോ ഒക്കെ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ പീപ്പിൾ. അവരെ സ്കിൽ ട്രെയിനിങ് ഒന്നും വേണ്ട. വി ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ദം ടു രജിസ്റ്റർ and they are ready to job. They have been working. സെക്കൻഡ് ഒരു ഞാൻ വിചാരിക്കുന്ന ഒരു 5 ലക്ഷം വേറെ വരും സ്ത്രീകൾ കരിയർ ബ്രേക്ക്. സർവേ ആണ്. സ്ത്രീകളെ പരീക്ഷയൊക്കെ പാസ്സായി നേരെ പ്രൊഫഷണൽ ജോലിക്ക് കയറും. then there is the break. കല്യാണം. പിന്നെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ആവും. then they stay home. സോ ഇവർ ഇങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തവർക്ക് ചെറിയൊരു ടോണിങ് മതി. എനിക്ക് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 5-6 ലക്ഷം പേര് ഇങ്ങനെയുള്ളവരുണ്ട്. ഈ വർഷം 3 ലക്ഷം പേരെന്ന് പറയുന്നത് 6 ലക്ഷത്തിൽ പാതി ആളുകളെങ്കിലും നമ്മൾ റീഎംപ്ലോയ് ചെയ്യും. അപ്പോഴത്തേനും നമ്മുടെ സ്കിൽ ട്രെയിനിങ്ങിൽ ആൾക്കാരെ ചെയ്ത് റെഡിയാക്കി. അപ്പം നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ട് ഇന്ന സ്കിൽ വേണമെന്നുള്ളത്. അതനുസരിച്ചുള്ള സ്കില്ലിങ് നടത്തും വെക്കും. Now what about 5 years from now? 5 years from now നമ്മുടെ ഈ പുതിയ സെന്ററുകൾ കാര്യങ്ങളൊക്കെ പുതിയ കോമ്പീറ്റന്റ് ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യും. സോ വി ആർ തിങ്കിങ് അഹെഡ്. ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വൺ ഷോട്ട് എഫേർട്ട്. ബട്ട് ഒരു അടുത്ത ഒരു 10-15 വർഷം കേരള മേക്സ് ട്രാൻസിഷൻ ടു എ നോളജ് എക്കോണമി. അപ്പോൾ നോളജ് ഇൻഡസ്ട്രീസ്, നോളജ് എംപ്ലോയ്മെന്റ്, അതാണ് കേരളത്തിന് വേണ്ടത്. We cannot hope to have heavy industries here and so on. So നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യവസായം ഇതാണ്. We will learn as we go along, but this is the first time in the world where any government is putting forward a program to utilize an opportunity created by COVID. ഉണ്ടാക്കിയത് സാധ്യതയുണ്ട്. എവരിബഡി ടോക്സ്. ഫോർ എക്സാമ്പിൾ മലയാള മനോരമയുടെ കഴിഞ്ഞ മുമ്പത്തെ വാരാന്ത്യ പതിപ്പാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് പേജ് ഫുൾ നമ്മുടെ ടെക്നോ പാർക്കിലെ ഫേമുകളുടെ കഥകളാണ്. ഓരോ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ CEO തുടങ്ങിയവർ ചോദിക്കുന്നു, മാനേജ്മെന്റ് ചോദിക്കുന്നു, ഞങ്ങൾ റീസ്ട്രക്ചർ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് എവിടെ ഇരുന്ന് പണിയെടുക്കാൻ? എവരിബഡി വാണ്ട്സ് ഞങ്ങൾ വീട്ടിലിരുന്ന് പണിയെടുക്കാം. സോ എല്ലാവരും സ്പേസ് കട്ട് ഡൗൺ ചെയ്യുന്നു. ഫുൾ പേജ്. ഹിന്ദുവില് വിനീത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുതിയിരുന്നു. Though he got it wrong in the sense of സ്വിഗ്ഗിയും യൂബറൊക്കെയാണ്. But nevertheless, see, these are issues. ആളുകൾ ഇത് കാണുന്നുണ്ട്, നമ്മൾ തന്നെ വർത്താനം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? അനൊരു ഇമാജിനേറ്റീവായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം. ഐ ആം നോട്ട് സേയിങ് ഇറ്റ്സ് എ എർത്ത് ഷേക്കിംഗ് തിങ്. പീപ്പിൾ ആർ ബീൻ ഡിസ്കസിങ് ദിസ്. മാധ്യമങ്ങളിൽ തന്നെ വലിയ നാടകീയമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ബട്ട് വി ആർ ട്രൈങ് ടു യൂസ് ദാറ്റ്. ഞങ്ങളുടെ കേരളത്തിന്റെ ഈ ഗുഡ് വില്ലിനെ വെച്ച് ഇത് ലിവറേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ തന്നെ പോയി നേരെയാക്കിക്കോളാം സ്കൂള്. ഗ്യാരണ്ടീഡ്. സ്നേഹയുടെ സ്കൂള് നന്നാക്കുക തന്നെ ചെയ്യും. കാരണം എന്താന്ന് നോക്കണം. എന്താന്ന് പറയട്ടെ, സ്കൂള് നമ്മൾ പണം അനുവദിച്ചാണ്. എനിക്ക്
പണം അനുവദിക്കാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ. ബട്ട് കെട്ടിടയുടെ പണി നിലനിൽക്കുന്നൊന്ന് പൊളിക്കണം. പൊളിക്കാനായിട്ട് ഇതിപ്പോൾ ഏതൊരു MLA പണിതായിരിക്കും സാധനം. അപ്പോൾ അതിപ്പോൾ പൊളിക്കണമെങ്കിൽ റെഗുലാരിറ്റി, അതിന് ഒരുപാട് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു സ്കൂളെ പൂർത്തിയായിട്ട് ബാക്കിയുള്ള സ്കൂളുകളൊക്കെ പണിയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. സോ സ്നേഹയുടെ സ്കൂൾ ഞാൻ നിശ്ചയമായിട്ടും അന്വേഷിക്കും. കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് എത്രയെന്ന് അറിയാം? 1,01,00,000 കോടി രൂപ. 1,50,000 ലക്ഷം കോടി രൂപയിൽ നമുക്ക് ഒരു 1,000-2,000 മുൻഗണന നൽകി മാറ്റാനൊന്നും പ്രയാസമില്ല. യു ഹാവ് ടു കട്ട് സർട്ടൻ തിങ്സ്. അതൊക്കെ അങ്ങ് ചെയ്യാം. ഉദാഹരണത്തിന് കോവിഡ്, വരുമാനമില്ല, എവരിബഡി നോസ്. എന്തെങ്കിലും കുറവ് മരുന്നിനോ ഭക്ഷണത്തിനോ നാട്ടിനോ പ്രശ്നത്തിനോ ഉണ്ടായിട്ടുണ്ട്. How was it done? You changed your priority. നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കും. അതിപ്പോൾ തൽക്കാലം ഇല്ല. അതില്ലാത്തതുകൊണ്ടൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തില്ല. മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇതിനാണ് മുൻഗണന. അപ്പോൾ വേറെ ചിലത് നമ്മൾ വേണ്ടെന്നൊക്കെ വെക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പൊളിഞ്ഞു നിൽക്കുന്നത് അദാനി, അംബാനി ഒക്കെയാണ്. അവരുടെ അത്രയും വായ്പ എടുത്തിട്ടുള്ള ആരെങ്കിലും. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കടം വാങ്ങിയിട്ട് അത് ദൈനംദിന ചെലവ് ഉപയോഗിച്ചാൽ നിങ്ങൾ കടക്കണിയിലാണ്. ബട്ട് കിഫ്ബി ബോറോയിങ് അതിന് വേണ്ടിയിട്ടല്ല ഒരു പൈസ പോലും. അതുകൊണ്ടാണ് കിഫ്ബി നിയമത്തിൽ ഈ പണം ട്രഷറിയിൽ പാർക്ക് ചെയ്യാൻ പോലും പാടില്ല, ഉപയോഗിക്കണ്ട. അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പണം കിടക്കുന്നു. അപ്പോൾ പണം എടുത്ത് വേറെ വല്ലതും ഉപയോഗിക്കാം. നോ, കിഫ്ബി പണം അതിൽ പാർക്ക് ചെയ്യാൻ പോലും പാടില്ല, പുറത്താണ്. സോ എൻഷുവർ എൻ്റയർ മണി ഈസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ നോക്കിക്കേ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കൂൾ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു. 1,500 കോടി രൂപ ചിലവ്. ഇത് 1,500 കോടി ഇത്രയും വേണോ? ഇനിയിപ്പോൾ ഒരു 500 കോടിയും കൂടി മുടക്കി ലാപ്ടോപ്പ് എല്ലാവർക്കും കൊടുക്കുന്നു. കെ ഫോണിന് 1,500 കോടി മുടക്കി ഇന്റർനെറ്റ് എത്തി. ചുമ്മാ ചേഞ്ച് ചെയ്യുന്നു കേരള സൊസൈറ്റിന്. എത്ര വ്യത്യസ്തമായിട്ട് തീരുന്നു. അപ്പൊ ഈ മുടക്കിയത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഞാൻ പറയാം, കെ ഫോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിലെല്ലാം കെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ ഡാറ്റ സെർവേഴ്സ് ഹ്യൂജ് കോംപ്ലക്സസ് ഫോർ ദാറ്റ്. ഇപ്പൊ എന്താ അങ്ങോട്ട് തണുപ്പ് പ്രദേശമാണെങ്കിൽ എന്താ അത്രയും എയർ കണ്ടീഷൻ ചെലവ്, എനർജി ചെലവ് കുറവ് മതി. പക്ഷേ അഷ്വേർഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി അവിടെ എങ്ങുമില്ല. കെ ഫോൺ വിൽ പ്രൊവൈഡ് ദ കണക്ടിവിറ്റി. സോ അപ്പം ഈ ചെലവെന്ന് വെച്ചാൽ നഷ്ടമല്ല, ഒരു പോക്കല്ല, ട്രാൻസ്ഫോംസ് അവർ എക്കോണമി. ലോകകേരള സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ വിളിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? ഓരോ പഞ്ചായത്തിൽ അവർക്കറിയാലോ ആരൊക്കെ വരാൻ പോകുന്നു, തിരിച്ച് ആരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ ആവശ്യം എന്തൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ സ്കില്ലിംഗ് പ്രോഗ്രാമും നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ആ പ്രോഗ്രാംസിൽ ഇവർക്ക് മുൻഗണന നൽകും. അങ്ങനെ മുൻഗണന നൽകാൻ വേണ്ടി 100 കോടി രൂപയും വെച്ചിട്ടുണ്ട്. വായ്പയും കാര്യങ്ങൾ നേരത്തെ വലിയൊരു പാക്കേജ്, എംപ്ലോയ്മെന്റ് പാക്കേജ് ഉണ്ടല്ലോ, അതിന് മുൻഗണന നൽകുന്നു. അങ്ങനെ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വി വിൽ കോൾ കേരള ലോക്സഭ, ടെൽ ദം ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, എങ്ങനെ വേണം. ചെലവ് ചുരുക്കൽ
No, 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 no. See, നിങ്ങൾ നോക്കിയാൽ 2016-17 മുതൽ റവന്യൂ കമ്മി കുറഞ്ഞു വരികയാണ്. റവന്യൂ കമ്മി കുറയുമ്പോൾ റവന്യൂ വരുമാനം കൂടുന്നില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? റവന്യൂ ചെലവ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കുമ്പോൾ റവന്യൂ ചെലവ് മന്ത്രിയുടെ കാറ് മാറിയോ, പുതിയ കാറ് മേടിച്ചോ, വീട്ടിൽ പെയിന്റ് ചെയ്തോ, ഇത് മിനിസ്ക്യൂളിയ. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? 1, 2, 3 കോടി രൂപ വരും. ദാറ്റ്സ് ഓൾ. അതല്ല ചെലവ് ചുരുക്കൽ. ചെലവ് ചുരുക്കി unparalleled way. And I was unpopular also in the first years. കാരണം ഇത് we had to behave responsibly. ഇതൊക്കെ ആവശ്യത്തിനാണ് പണം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ, നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് കുറയണം. സോ ചെലവ് ചുരുക്കി അൺപാരലൽഡ് വേയിൽ സിസ്റ്റമാറ്റിക്കലി ഓരോ വർഷവും മുൻ വർഷത്തേക്ക് കുറവാണ് റവന്യൂ കമ്മി. സോ ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ എക്സ്പെൻഡിച്ചർ റിഡക്ഷൻ. മറ്റതൊക്കെ ഉണ്ടല്ല, സിംബോളിക്കായിട്ട് നിങ്ങൾ അത് ചെയ്യില്ല, TA കൊടുക്കത്തില്ല, ഇതിനൊക്കെ മൊത്തം തുക വെരി സ്മോൾ. ബട്ട് വി ഷുഡ് ഡു ദാറ്റ്. അപ്പം ഞാനൊരു ഗീവ്സ് എ മെസ്സേജ് ഓഫ് ധാരാളിത്തം, അത് തെറ്റാണ്. അപ്പം അതൊരു ദേ ഹാവ് ദ റോൾ. പക്ഷെ അതുവഴിയൊന്നും അല്ല ചെലവ് കുറയുന്നു. Yeah, see, Kerala is changing. We are putting in a new discourse here. അല്ലാതെ അവിടെ 1000 രൂപ കൊടുത്തു, ഈ ആനുകൂല്യം കൊടുത്തു എന്നുള്ളതല്ല. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പുതിയ പാരഡൈം മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് വരുമ്പോഴേ ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങാൻ പറ്റും. ദിസ് ഈസ് ഡെവലപ്മെൻറ്റ്. അപ്പം റീഡിപ്ലോയ്മെൻറ്റ് വേണ്ടി വരും. സ്റ്റാർട്ടഡ് വിത്ത് മൈ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളവിടുത്തെ GST വന്നപ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളില്ല. അന്ന് പിന്നെ ഇവിടെ ഒരു പുതിയ താവളം കൊടുത്തിരുത്താന്നുള്ളതല്ല, സെൻറ്റ് ടു പഞ്ചായത്ത്. അത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇറ്റ് നീഡ്സ് എ പബ്ലിക് ഒപ്പീനിയൻ. വേണ്ടി വരും. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, കണക്ക് പറഞ്ഞിട്ടില്ല. എത്ര പേർക്ക് 6000 വെച്ച് കൊടുക്കുക? അത് പറയണം. അത് പറഞ്ഞാലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ എത്ര കോടി രൂപ വരും എന്നുള്ളത്. ബട്ട് ദർ ഇസ് ഓൾസോ ക്രെഡിബിലിറ്റി പ്രോബ്ലം. 100 രൂപ പെൻഷനായപ്പോൾ 2.5 വർഷം കുടിശ്ശിയാക്കിയത്. AK ആന്റണി നല്ല മനുഷ്യൻ, ഒരു സംശയമില്ല. ബട്ട് ദാറ്റ് ഇസ് ദ റെക്കോർഡ്. ഈ 600 കോടി രൂപ, 600 രൂപ അതൊരു വർഷത്തിലേറെ കുടിശ്ശിയായി. ലുക്ക്, 100 രൂപയിൽ നിന്ന് ഇപ്പം 1500 ആവുമ്പോൾ UDFന്റെ കൺട്രിബ്യൂഷൻ 200 രൂപയേ ഉള്ളൂ. അത് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ ഞാൻ ഡിക്ലെയർ ചെയ്ത് അവർ വന്നപ്പോഴാണ് കൊടുത്തത്. അതും കൂടി കൺസിഡർ ചെയ്താൽ പോലും 200 രൂപയേ ഉള്ളൂ. സോ ദർ ഇസ് എ ക്രെഡിബിലിറ്റി ഗ്യാപ്പ്. മൂന്നാമത്തത്, ഐ വുഡ് സേ, ഈ പണം കൊടുക്കുന്ന പണത്തിന് വേണ്ടിയല്ലെന്ന്, നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനാണല്ലോ. സർ, ഹിയർ ഇസ് എ പ്രോഗ്രാം. 4-5 ലക്ഷം ആളുകൾ ദാരിദ്ര്യത്തിൽ ഉയർത്തും. അവർക്ക് നിലവിലുള്ള സ്കീമിന് പണം കൊടുക്കും. ഇനി അതുകൊണ്ട് ദാരിദ്ര്യമില്ലെങ്കിൽ യു വിൽ പ്രൊവൈഡ് ദം ഇൻകം ട്രാൻസ്ഫർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്. സോ ദിസ് ഇസ് മച്ച് മോർ സുപ്പീരിയർ പ്രോഗ്രാം. യു വിൽ ഇറാഡിക്കേറ്റ് അബ്സല്യൂട്ട് പോവർട്ടി ഇൻ കേരള. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പം അഭിജിത് ബാനർജിയൊക്കെ ഇൻകം ട്രാൻസ്ഫർ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തെ പോലെ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേറെവിടെങ്കിലും പോയാൽ പറ്റുമോ? ആരാ മൈക്രോ പ്ലാൻ ഉണ്ടാക്കുന്നത്, ചെയ്യുന്നത്? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ അതിനേക്കാൾ നല്ലതങ്ങ് കൊടുക്കുക. പക്ഷേ കേരളം ഹാസ് സോഷ്യൽ ക്യാപിറ്റൽ. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്, നല്ല ഉദ്യോഗസ്ഥരുണ്ട്. സോ ഇത് വെച്ച് കഴിഞ്ഞാൽ അതും ഇൻകം ട്രാൻസ്ഫറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാം. സോ ഐ ആം പുട്ടിംഗ് ഫോർവേഡ് ഓൾട്ടർനേറ്റീവ്. ഇറ്റ്സ് നോട്ട് പ്യുവർ ഇൻകം ട്രാൻസ്ഫർ.
is a total eradication of poverty. So thank you. Yes, sir. Why don't you COVID expenditure? Oh, there is a expenditure review committee report. No. It's in your report. The report today. Yeah. In fact, ഈ റിപ്പോർട്ടിന്റെ മുക്കാ പങ്ക് ഇതിലാണ് GST. ഇവിടെ ഉണ്ട് GST അവലോകനം. അത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. No, there was no such proposal. ഇപ്പോൾ IT കോറിഡോർ ഉള്ളത് നമ്മുടെ ഈ കോവളം റോഡിൻ്റെ കാര്യങ്ങളും ദെൻ ഇറ്റ് എക്സ്റ്റെൻസ് ടു കഴക്കൂട്ടം, അല്ലാതെ കൊല്ലത്തേക്കുള്ള രീതിയിലുള്ള ഇല്ല. ബട്ട് ദാറ്റ് ഈസ് വെരി ഡൈനാമിക്കലി ഗ്രോയിങ്. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അത് ലാൻഡ് അക്വിസിഷൻ ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വിറ്റ് കാശാക്കണോ സർക്കാർ മേടിക്കാനുണ്ടാവും. ഇപ്പം ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭൂമി മാർക്കറ്റൊക്കെ ഡൗൺ അല്ലേ. സോ ദർ ഇസ് എ ബയർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് മെനി പ്ലാന്റേഷൻസ്, റബ്ബർ പ്ലാന്റേഷൻസ്. ഇപ്പം പ്രൊഡക്ടിവിറ്റി കുറവാണ് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ. മീനച്ചിൽ താലൂക്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങോട്ട് വരുന്തോറും കുറഞ്ഞു വരും. Many may want to dispose it out. So അതിനൊക്കെ വളരെ ഒരു ബയർ ഇനി ഉണ്ടാവും ഈ പ്രദേശത്ത്. സി ഇത് വെറുതെ പറയുന്നതല്ല. യു ഹാവ് ഗോട്ട് ടു സ്പേസ്, ഐസറുണ്ട്, സ്പേസ് അത് ചേർത്തിട്ട് ഒരു നോളജ് സിറ്റി അവിടെ ഉണ്ടാക്കുന്നതിന് ആരും പ്രയാസം. KTU അവിടെ വരെയാണ്. സോ യു ക്യാൻ ഹാവ് അനദർ നോളജ് ഹബ്. സി അപ്പോൾ ഈ മെയിൻ റിംഗ് റോഡിൽ നിന്ന് നമ്മൾ റാപ്പിഡ് ട്രാൻസിഷൻ നോഡൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-20 ഏക്കറോ അല്ല 100 ഏക്കറോ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പാർക്ക് പോലെയാക്കാം. ഇറ്റ്സ് എ ബിഗ് അംബീഷ്യസ് പ്രോഗ്രാം, ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ. സി അവസാനിപ്പിക്കാം. സി മത്സ്യമേഖല ഇപ്പം പറഞ്ഞിരിക്കുന്നതിൽ ആഴക്കട മത്സ്യബന്ധനം വർത്തമാനം പറയുള്ളൂ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് 100 യൂണിറ്റ് സബ്സിഡൈസ്ഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ്. 2, മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഇൻ പ്രോസസ്സിംഗ് സോ ദാറ്റ് ദേ ഗെറ്റ് ദ വാല്യൂ അഡീഷൻ. 3 വർഷം നിലനിൽക്കുന്നതാണ് കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഇറക്കുന്ന കിറ്റ്. ഞാൻ മേടിച്ചു കഴിഞ്ഞു, നല്ല അറിയാം. It is good. 3 years. The most advanced technology. How value addition can you do? Take wire. Total mechanization and in innovative products. നമ്മൾ ആകെ ഒരു തടസ്സം വരുന്നത് ഹാൻഡ്ലൂമും ഖാദിയാണ്. The moment you change the technology seems to be handloom. നമുക്ക് ഡിസൈനിലൊക്കെ മാറ്റം കൊണ്ടുവരാനും പറ്റുന്നതല്ലാതെ വേറെ ചെയ്യാൻ പറ്റും. അവർക്ക് പിന്നെ അഷ്യൂർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വഴി. സോ വി ഹാവ് നോട്ട് ഇഗ്നോർഡ് ദം. സോ ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് നൗ. സി 4 തുടങ്ങി, ബാക്കിയുള്ള ആയിട്ടില്ല.
ഒന്ന് ഇത് സിങ്കിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഈ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്കണോമിഡാണ് അവിടുത്തെ കലാകാരന്മാരെല്ലാം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നാടകശാല ഉണ്ടാവും, നല്ല സംഗീതശാല ഉണ്ടാവണം, ആർട്ടിസ്റ്റിക്ക് ഒന്ന് താമസിക സൗകര്യം വേണം. അതാണ് ഈ 40 കോടി കൊടുക്കണേ. സോ മെനി ഓഫ് ദ പ്രപ്പോസൽസ് ദാറ്റ് കെയിം ഡസ് നോട്ട് മീറ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ്. നല്ലൊരു കെട്ടിടം പണിത് വെക്കലല്ല ഈ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വല്പം താമസമുണ്ട്. ഡസൻ മാറ്റർ. പണം വിലയുള്ളതാണ്. നന്നായിട്ട് വന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. സത്യസമയത്ത് ഞാൻ ഫിലിം സിറ്റി കോംപ്ലക്സ് അവർക്ക് KSRTC കൂടെ ചിത്രാഞ്ജലി ചെയ്യാൻ പോണത്. ദാറ്റ് വിൽ ചേഞ്ച്. വലിയൊരു സംരംഭമായിട്ട് മാറും. ഒരു പ്രോഗ്രാമുണ്ട്. പലർക്കും ഇതിങ്ങനെ നമ്മളൊരു തിയേറ്റർ നല്ലതായിട്ട് ഉണ്ടാക്കണ പോലെയാണ്. അതുകൊണ്ട് കോംപ്ലക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നോ ആലപ്പുഴ പോലും നടന്നിട്ടില്ല. ഈ 40,000 ഈ കോടിയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് എന്താ കിട്ടാന്നുള്ളത് ആണോ ചോദിച്ചേ? കേരളത്തിൽ മാത്രമാണ് ഈ സ്റ്റിമുലസ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് നടക്കുന്നത്. മണി ഈസ് ഗ്യാരണ്ടീഡ്. സർക്കാരിന് പണമില്ല എന്നുള്ള പ്രശ്നമല്ലല്ലോ. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ഇൻഫാക്ട് ദിസ് ഈസ് ദ കേരള സ്റ്റിമുലസ് പാക്കേജ്. മറ്റ് സ്റ്റിമുലസ് പാക്കേജ് 20,000 എന്നൊക്കെ വിളിക്കുമെങ്കിൽ ഇറ്റ് ഈസ് റിലീഫ് വർക്കാണ്, സ്റ്റിമുലസ് അല്ല. ദിസ് ഈസ് ദ സ്റ്റിമുലസ് പാക്കേജ്. നമ്മൾ ലക്കി ആയിപ്പോയി. വന്നപ്പോൾ നമ്മൾ റെഡിയാണ്. അടുത്ത വർഷം ഒരു 15,000 കോടി രൂപ പല രീതിയിൽ എക്കോണമിക്ക് പമ്പിങ് ചെയ്യുന്നു. സോ ഈ ഫിനാൻഷ്യൽ ട്രബിളൊന്നും അതിന് ബാധകമല്ല. സോ താങ്ക് യു വെരി മച്ച്. പ്രതിപക്ഷം ഉണ്ടാവില്ല. The new government, even the left government, would have a revision on this. Revised budget will be presented. There is no doubt regarding it. But it is the left government will carry forward whatever is said here. ഇതിൽ അഡീഷണൽ എക്സ്പെൻഡിച്ചർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ ചെയ്യേണ്ടി വരും. ഇനി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടി വരും. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഞാൻ ഈ പറഞ്ഞതാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു. വിൽ ബി അഡീഷണൽ തിങ്സ്, അത് ഉൾപ്പെടുത്തേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി, ബട്ട് ഇറ്റ് ലേസ് ദ പാത്ത്. എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇത് ജസ്റ്റ് ബീൻ പൊളിറ്റിക്കലി ഡിസ്കസ്, പൊളിറ്റിക്കൽ ലെവലിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് തയ്യാറാക്കിയത്. താങ്ക് യു വെരി മച്ച്.